ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പെരുന്നാളിന് എല്ലാവരും ഡ്രസ്സ് എടുത്തോ? വിഷുവിന് ഡ്രസ്സ് എടുത്തോ? വിഷുവും പെരുന്നാളും ഏകദേശം ഒപ്പമായില്ലേ? അപ്പോൾ എന്താണ് വിശേഷം? ചൂടൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടുത്തെ? ഇവിടെ ചൂട് ഉണ്ട്. മഴയാണെങ്കിൽ ഒരു മഴ പെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇതിനും കാട്ടി ചൂടാ കേട്ടോ. അവിടെ പാട സൈഡാട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ മരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തേതിനെ കാട്ടി നല്ല ചൂടാട്ടോ. അമ്മോ, ഇന്നലെ വീട്ടിൽ പോയപ്പോഴാണ് നല്ല ചൂട്. എത്രയും പെട്ടെന്ന് മഴ പെയ്താൽ വേണ്ടില്ല എന്ന് തോന്നി കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇനി നമുക്ക് പണികൾക്ക് അങ്ങോട്ട് കടന്നാലോ. ഇനിയിപ്പോൾ പണികളൊക്കെ തുടങ്ങാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആണല്ലോ. അപ്പോൾ ഈ നമ്മുടെ കുട്ടികൾ ചെക്കന്മാരൊക്കെ മെല്ലെ എണീക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ സാവധാനം എല്ലാവിടെയും ഒന്ന് തട്ടിക്കൊട്ടി ഇങ്ങനെ ഒക്കെ വൃത്തിയാക്കുക. ഇല്ല പറഞ്ഞാൽ അവർ എള്ളപ്പോൾ ഇവിടെ തട്ടിക്കൊട്ടലൊന്നും നടക്കില്ല കേട്ടോ. അവിടെ പൊടിയൊക്കെ ഉണ്ടാവും. അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി അവിടെ ചവിട്ടിയിട്ടേ എല്ലാവിടെയും പൊടിയാക്കിക്കോളും. അപ്പോൾ ഇന്നിപ്പോൾ അവർ 10 മണിക്കൊക്കെ അവരെ എണീപ്പിച്ച് വിടാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജനലും വാതിലും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടാം. പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ എല്ലാവരുടെയും ഒന്നും കൂടി നീറ്റാക്കി ഇടാൻ വെച്ചിട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചുള്ളിപ്പണിക്കൊക്കെ ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ ചെറുതായിട്ടൊരു തട്ടിക്കൊട്ടലൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു വാരി തുടയ്ക്കുക അങ്ങനെ ഉള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് എല്ലാവരുടെയും ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചിട്ട് ഇട്ടിട്ടില്ല ജനലുകളൊന്നും. അപ്പോൾ അത് കുറച്ച് ദിവസമായി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇനിയിപ്പോൾ പെരുന്നാളല്ലേ വരാൻ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തൊക്കെ പൊടിയൊക്കെ തട്ടി. അപ്പോൾ ഈ കയ്യിലുള്ള ഈ വാറാമല ഉണ്ടല്ലോ, ഇത് ഉയരം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര എനിക്ക് നല്ല സഹായിയാണ് കേട്ടോ. ശരിക്കും വെച്ചാൽ പറഞ്ഞാൽ ആദ്യമൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഹാളിലത്തൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഫാനിൻ്റെ പൊടിയൊക്കെ തട്ടാം. പക്ഷേ റൂമിൽ അങ്ങനെയല്ല. ഒരാളുടെ സഹായം ഇല്ലാണ്ട് പറ്റൂല കേട്ടോ. അപ്പോൾ ഇക്കാനെയാണ് അധികം ബുദ്ധിമുട്ടിക്കുക. ഫാനിൽ പൊടി കൂടിക്കണ് ഒന്ന് തട്ടിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ പറയും. അപ്പം ഇപ്പോൾ ഈ ഒരു പൊടി തട്ടി മേടിച്ചപ്പോൾ ആ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം ഇത് എനിക്ക് നല്ല സഹായമായിരിക്കണം കേട്ടോ. നല്ല മെയിനായിട്ട് ഫാനിൻ്റെ പൊടിയൊക്കെ തട്ടാൻ നല്ല സൂപ്പർ സാധനം. നല്ല കൈക്ക് കടയുമില്ല, കൈക്ക് കടച്ചിൽ വരുമില്ല. ഇത് കനമില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് നമുക്കതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ പണികളൊക്കെ ആരുടെ സഹായം ഇല്ലാണ്ട് അങ്ങോട്ട് ചെയ്യാം. പിന്നെ ജനലൊക്കെ ഒന്ന് തുടച്ചിടാൻ വെച്ചിട്ടാട്ടോ. ഒരു നനഞ്ഞ തുണി കൊണ്ടൊക്കെ. ഇനിയിപ്പോൾ പൊടിയൊക്കെ അധികം നിൽക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ടാ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചോ അങ്ങോട്ട് വിടാൻ വെച്ചിട്ടാ. കുട്ടികളൊക്കെ എണീക്കുമ്പോഴത്തേന് തുടയ്ക്കണതാണ് നല്ലത്. പറഞ്ഞാൽ അവർ ഈ തുടച്ചതാണെന്നൊന്നും നോക്കൂല, ഇങ്ങനെ നടന്നോളും. അപ്പോൾ ചളിയൊക്കെ ആക്കും. അപ്പോൾ നമ്മുടെ അങ്കൂസ് പ്രത്യേകിച്ച് അതൊക്കെ കഴിഞ്ഞ് തുടക്കലും റൂമിലത്തൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിൽ നിന്ന് തുണികളൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഈ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ച ഞാൻ ആരായി എന്താന്നാ പറയുക. അപ്പോൾ അങ്കൂസേ പാത്രം ആ ഇതിൽ ഈ കളിപ്പാട്ടൊക്കെ പെറുക്കിയിടുക പറഞ്ഞപ്പോൾ കാട്ട് കേട്ടോ. അങ്ങനെ അതെന്താ കാട്ടുന്നത് പറഞ്ഞാൽ നമ്മുടെ ഷോർട്സിലൊക്കെ നമ്മുടെ ആഫ്രിക്കൻ കുട്ടി ഇങ്ങനെ കളിക്കണതുണ്ടല്ലോ, അതേപോലെ കാട്ടി എന്നെ കളിയാക്കുക കേട്ടോ. അപ്പം നീ ഇരുന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ കളിക്കണത്, അപ്പോൾ ഒന്ന് നിന്നിട്ടൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ കളിപ്പാട്ടത്തിൻ്റെ പാട്ടിൽ അവിടെ നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓ, ഭയങ്കര സന്തോഷം. എന്താന്നാ പറയുക, ഞാൻ ആ കളിപ്പാട്ടമൊക്കെ എടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. എന്നാൽ ഈ സന്തോഷത്തിൽ തന്നെ ഒരു പണി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അബാഗസ് ക്ലാസ്സിൽ ചേർത്തി വിട്ടിക്കണമല്ലോ. അപ്പോൾ അത് എഴുതാനൊക്കെ കൊടുത്തിക്കണം അവിടുന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി തിരിയും പറഞ്ഞിട്ട് അവനെ ഇരുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലൂസിൻ്റെ പണിയൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഏടാവണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടേ നിൽക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഇങ്ങനെ അവന് അവൻ എഴുതായിരുന്ന ഇവന് ഇരിക്കും. ഇല്ലയെന്ന് ഇവനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നു പറഞ്ഞാൽ അവൻ പഠിച്ചില്ലല്ലോ എങ്ങനെ പറയും. ഇനിയിപ്പോൾ അല്ലൂസിനെ ഒറ്റയ്ക്ക് ഇരുത്തിയാൽ പറയും അവൻ പഠിച്ചില്ലല്ലോ എങ്ങനെ പറയും. അപ്പോൾ രണ്ടുപേരും ഒപ്പം ഇരുത്തിയാൽ രണ്ടുപേരും എഴുതാനുള്ളതൊക്കെ അങ്ങോട്ട് തീർത്തോളും. പിന്നെ ടേബിളുണ്ട് കുട്ടികൾക്ക്, അതിലിരിക്കില്ല. അതൊക്കെ 2-3 ദിവസത്തിൻ്റെ തന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെ അവിടെ വെച്ചിരിക്കണതാ. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുക കേട്ടോ ടേബിള്. ഇനിയിപ്പോൾ ഈ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉറക്കണം ആശാനെ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണിക്ക്
പണി അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ പഴമാങ്ങ കിട്ടിയിരിക്കണം. അപ്പോൾ ഇതൊന്ന് സാമ്പാർ വെക്കുക വെച്ചിട്ടാ. അപ്പോൾ ഉമ്മയാണ് ട്ടോ ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ ഞാൻ കറിവേപ്പില പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഒരു അമ്മ പൂച്ചയും അതിൻ്റെ കുട്ടി കേട്ടോ. നല്ല തണുപ്പായപ്പോൾ ഇങ്ങനെ അവിടെ ആ സൈഡ് വന്ന് കടന്നതാണ് പാവങ്ങൾ. എന്നെ കണ്ടത് ഓടിയിട്ടോ. എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിയാലേ അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്ന് അവിടെ കിടക്കുള്ളൂ. അപ്പോൾ എന്നാൽ ശരി അവർ വന്ന് കടന്നോട്ടെ, അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം കറിവേപ്പില പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നിക്കണം. അപ്പോൾ പിന്നെ ഉമ്മ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ഇതിനുള്ള സാമ്പാറുണ്ടല്ലോ തേങ്ങ വറക്കാൻ വെച്ചിട്ടാണ് ഉമ്മ ഒരുങ്ങണം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലൻ്റെ ഇട്ട് പിന്നെ ഉലുവ കുറച്ചിട്ടു, പിന്നെ ചെറിയ ജീരകം ഇതൊക്കെ ഇട്ട് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ടിക്കണം കേട്ടോ. ഉണക്കമുളക് ഒരു 5 ഇട്ടിക്കണം. അതൊക്കെ ഒന്ന് ഇങ്ങനെ വഴന്ന് അങ്ങനെ മുരിഞ്ഞങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ അത്താഴത്തിന് മാത്രമാണല്ലോ ഈ ചാറ്. അപ്പോൾ ഒരു മൂടി തേങ്ങയാണ് കേട്ടോ ചെറുകിയത്. അതൊക്കെ നന്നായി വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നന്നായി വറുത്ത് നല്ല മണമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാകും. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഒരു രണ്ടും കുറച്ച് ഇട്ടിക്കണം കേട്ടോ അമ്മ. പിന്നെ ഇതൊക്കെ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് നന്നായി വറുത്ത് കോരി എടുക്കാം കേട്ടോ, വറക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, അത് പരിപ്പ് വേവിക്കുമ്പോൾ ഇടാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിർത്തത് നമുക്ക് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് 4 പച്ചമുളക് ഇട്ടിക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിക്കണം. അപ്പത്തിന് നമ്മുടെ അവിടെ നന്നായി വറുത്ത ഇതുണ്ടല്ലോ തേങ്ങ, അതൊന്ന് അരച്ചെടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ചൂടാറി നല്ല സെറ്റായി. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് അരച്ചെടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് അരച്ച് സെറ്റാക്കി വെച്ച് പിന്നെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി 4 ടീസ്പൂൺ ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഈ അരപ്പും കൂട്ടി പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ 3 ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടിക്കണം. പിന്നെ നമ്മുടെ പഴമാങ്ങയൊക്കെ ഇട്ട് ഇതൊക്കെ നന്നായി തിളച്ച് വെന്തൊക്കെ വന്നപ്പോൾ നമ്മൾ അവിടെ ഇനി താളിച്ച് കൂട്ടണമല്ലോ, അതിന് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കടുകും ഉലുവി ഇട്ടു കേട്ടോ. കടുകും ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം ഉഴുന്ന് പരിപ്പ് അത് കുറച്ചെടുത്തിട്ട് അതും ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അതും ഇട്ടു കേട്ടോ. അതും ഇട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി കറിവേപ്പിലയിൽ ഇട്ടിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് നന്നായി മൂത്തൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് അതിലൊക്കെ കൊട്ടി. അപ്പോൾ അത് അവിടെയൊക്കെ സെറ്റായി അങ്ങോട്ട് വെച്ചിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം മുന്തിരി മേടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്നു അതൊക്കെ അങ്ങോട്ട് വേവിച്ച് ചൂടാറാൻ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇഡ്ഡലിയാട്ടോ, ഇഡ്ഡലിയും ചട്ടിനിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വന്നിട്ട് മുന്തിരി ജ്യൂസും പിന്നെ അതിൻ്റെ മുന്തിരി മേടിക്കാൻ പോയപ്പോൾ കടിയൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ പോക്കറ്റ് ഷവർമയും പിന്നെ കട്ട്ലൈറ്റൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇഡ്ഡലിയും ചട്ടിനിയൊക്കെ അപ്പോൾ ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ നോമ്പ് തുറക്കേണ്ട സ്ഥലത്തേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ചെക്കന്മാർ അവിടെ ബാങ്ക് വിളി കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവിടെ മുമ്പിൽ തന്നെ നിൽക്കും കേട്ടോ. ബാങ്ക് വിളി കേട്ടാൽ അപ്പോൾ ഓടി ഇങ്ങോട്ട് വരും കേട്ടോ. ബാങ്ക് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് കാണുവാനും ഒരു രസമാണ്. പിന്നെന്താ അവൻ്റെ ആ വരവ് കണ്ട വിചാരിക്കും ഈ സംഭവങ്ങളൊക്കെ തട്ടിമറിച്ച് വിടുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി കാണും വരക്കും. ടാറ്റാ.